മിഡിൽ ഈസ്റ്റിലെയും അന്താരാഷ്ട്ര തലത്തിലെയും ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന അതീവ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും അങ്കാറയിൽ നിന്നും പുറത്തുവരുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആസൂത്രിതമായ വൈറ്റ് ഹൌസ് സന്ദർശനത്തിന് തൊട്ടുമുൻപ് അദ്ദേഹത്തെ പരസ്യമായി അവഗണിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനങ്ങൾ ആഗോള നയതന്ത്ര രംഗത്ത് വൻ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ദീർഘകാലത്തെ അസ്വാരസ്യങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് തുർക്കിയിലെത്തിയ ട്രംപ് അങ്കാറയ്ക്ക് മേൽ ചുമത്തിയിരുന്ന സാമ്പത്തിക പ്രതിരോധ ഉപരോധങ്ങൾ നീക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയങ്ങളിൽ വലിയൊരു യു ടേൺ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തുർക്കിക്ക് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളായ F-35 വിൽക്കുന്ന കാര്യം സജീവമായി പരിഗണിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ പുതിയ നീക്കങ്ങൾ കേവലം ഒരു തന്ത്രപരമായ സഖ്യം പുതുക്കൽ മാത്രമല്ല, മറിച്ച് ഇസ്രയേലിനുള്ള ശക്തമായൊരു മുന്നറിയിപ്പ് കൂടിയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രയേൽ സ്വീകരിക്കുന്ന ആക്രമണാത്മക നിലപാടുകളോടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ വിയോജിപ്പാണ് ഇവിടെ വ്യക്തമാകുന്നത്. നെതന്യാഹുവിനെ പോലൊരു ഉറ്റ ചങ്ങാതിയെ വൈറ്റ് ഹൌസിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തുർക്കിയുമായി ഇത്തരമൊരു വൻ ആയുധ കച്ചവടത്തിന് വാതിൽ തുറന്നെടുക്ക വഴി വാഷിംഗ്ടണിന്റെ താൽപര്യങ്ങൾക്കാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ട്രംപ് തെളിയിച്ചിരിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾക്ക് തൊട്ടു മുമ്പ് ഇറാനുമായി അമേരിക്ക ഒപ്പുവെച്ച തന്ത്രപരമായ ധാരണാപത്രമാണ് ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. ഇറാന്റെ ആണവ സൈനിക നീക്കങ്ങളെ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി കാണുന്ന ഇസ്രയേലിനെ ഒട്ടും വിശ്വാസത്തിലെടുക്കാതെയാണ് ട്രംപ് തെഹ്റാനുമായി ചർച്ചകൾ നടത്തിയതും ധാരണയിലെത്തിയതും. മിഡിൽ ഈസ്റ്റിലെ കടുത്ത ശത്രുവായ ഇറാനുമായി അമേരിക്ക കൈകോർക്കുന്നതിന് നെതന്യാഹു ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ തന്റെ പതിവ് ശൈലിയിൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ട്രംപ് ഇറാൻ കരാറുമായി മുന്നോട്ട് പോയത്. തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യാനുള്ള നീക്കം മിഡിൽ ഈസ്റ്റിലെ സൈനിക മേധാവിത്വത്തെ പൂർണ്ണമായി മട്ടിമറിക്കാൻ പോന്ന ഒന്നാണ്. നേരത്തെ റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിനെ തുടർന്നാണ് തുർക്കിയെ F-35 പദ്ധതിയിൽ നിന്ന് അമേരിക്ക മുൻപ് പുറത്താക്കിയത്. ഇസ്രയേലിന്റെ കടുത്ത സമ്മർദ്ദം കൂടിയായിരുന്നു അന്ന് ആ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. കുത്തക അവകാശം തങ്ങൾക്ക് മാത്രമായിരിക്കണമെന്നത് ഇസ്രയേലിന്റെ വലിയൊരു തന്ത്രപരമായ ആവശ്യമായിരുന്നു. പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഗാനെ സംബന്ധിച്ച് ട്രംപിന്റെ ഈ സന്ദർശനവും പ്രഖ്യാപനങ്ങളും വലിയൊരു നയതന്ത്ര വിജയമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന തുർക്കിക്ക് മേലുള്ള അമേരിക്കൻ ഉപരോധങ്ങൾ നീങ്ങുന്നത് അവരുടെ വിപണിക്ക് പുതിയ ഉണർവ് നൽകും. അതോടൊപ്പം തങ്ങളുടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാക്കാൻ F-35 വിമാനങ്ങൾ ലഭിക്കുന്നതിലൂടെ തുർക്കിക്ക് സാധിക്കും. പ്രമുഖ മാധ്യമ പ്രവർത്തകനും അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകനുമായ റിഫാത്ത് ജാവേദിന്റെ വിശകലനങ്ങൾ ഈ സംഭവത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ പ്രകാരം ഡൊണാൾഡ് ട്രംപ് ബിസിനസ് ശൈലിയുള്ള നയതന്ത്രമാണ് ഇവിടെ പുറത്തെടുക്കുന്നത്. പരമ്പരാഗത സഖ്യത്തെക്കാൾ അമേരിക്കയുടെ സാമ്പത്തിക ലാഭത്തിനും ആഗോള മേധാവിത്വത്തിനുമാണ് ട്രംപ് മുൻഗണന നൽകുന്നത്. ഇസ്രയേലിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന പഴയ നയത്തിൽ നിന്ന് മാറി മേഖലയിലെ എല്ലാ പ്രധാന ശക്തികളുമായും സ്വന്തം നിലയിൽ ഡീൽ ഉറപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച ഇപ്പോൾ അതീവ സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. സാധാരണയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം പുതുക്കുന്ന ചടങ്ങായി മാറേണ്ട ഈ സന്ദർശനം ഇനി കടുത്ത തർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വേദിയാക്കാനാണ് സാധ്യത. ട്രംപിന്റെ മുഖത്ത് നോക്കി ഇറാൻ കരാറിനോടും തുർക്കി ആയുധ കച്ചവടത്തോടുമുള്ള തന്റെ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നെതന്യാഹു നിർബന്ധിതനാകും. ഈ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അമേരിക്ക തങ്ങളുടെ പരമ്പരാഗത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് കണ്ട് സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ഭാവി സുരക്ഷാ പദ്ധതികൾ പുനഃപരിശോധിച്ചേക്കാം. ഇറാനും തുർക്കിയും കൂടുതൽ ശക്തരാകുമ്പോൾ മേഖലയിലെ ശക്തി സന്തുലനം പൂർണ്ണമായി മാറും. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിഷയം കടുത്ത ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇസ്രയേൽ അനുകൂല ലോബികൾ ട്രംപിന്റെ തുർക്കി നയത്തിനെതിരെ വാഷിംഗ്ടണിൽ സമ്മർദ്ദം ശക്തമാക്കി കഴിഞ്ഞു. എന്നാൽ കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ കച്ചവടത്തിലൂടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും അമേരിക്കൻ തൊഴിലാളികൾക്ക് ജോലി ഉറപ്പാക്കാനും ഈ തീരുമാനത്തിലൂടെ സാധിക്കുമെന്നാണ് ട്രംപ് അനുകൂലികൾ വാദിക്കുന്നത്. ഉപരോധങ്ങൾ നീക്കുന്നതിലൂടെ തുർക്കിയെ റഷ്യൻ ചേരിയിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ട്രംപിനുണ്ടാകാം. മുൻപ് റഷ്യയുമായി തുർക്കി പുലർത്തിയിരുന്ന പ്രതിരോധ സഖ്യം അമേരിക്കയ്ക്ക് വലിയ തലവേദനയായിരുന്നു.
എന്നാൽ ഇപ്പോൾ F-35 വിമാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ അങ്കാറയെ വീണ്ടും തങ്ങളുടെ വിശ്വസ്തത ശക്തിയാക്കി മാറ്റാൻ വാഷിംഗ്ടണിന് കഴിയും. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒറ്റപ്പെടലിന്റെ തുടക്കമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രയേലിന് നേരിടേണ്ടി വന്ന ഒറ്റപ്പെടലിന് ആക്കം കൂട്ടുന്നതാണ് ട്രംപിന്റെ പുതിയ നിലപാടുകൾ. തങ്ങളുടെ ഏറ്റവും വലിയ കാവൽക്കാരനായ അമേരിക്ക പോലും തങ്ങളെ മറികടന്ന് ശത്രുക്കളുമായി കരാറുകളിൽ ഏർപ്പെടുന്നത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തെ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. റിഫാത്ത് ജാവേദിന്റെ വിശകലനം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ട്രംപിന്റെ നയതന്ത്രം പ്രവചനാതീതമാണ്. ഇന്ന് തുർക്കിയെയും ഇറാനെയും പിന്തുണയ്ക്കുന്ന ട്രംപ് നാളെ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്കായി മറ്റൊരു നീക്കം നടത്തില്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നെതന്യാഹുവിനേറ്റ കനത്ത പ്രഹരമാണ് ഈ തുർക്കി സന്ദർശനവും പ്രഖ്യാപനങ്ങളും. ട്രംപിന്റെ തുർക്കി പ്രഖ്യാപനവും ഇറാൻ ധാരണാപത്രവും മിഡിൽ ഈസ്റ്റിലെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള നയതന്ത്ര സമവാക്യങ്ങളെയാണ് പൊളിച്ചെഴുതിയിരിക്കുന്നത്. നെതന്യാഹുവിനെ പാടെ അവഗണിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ ഈ നീക്കങ്ങൾ ലോകരാഷ്ട്രീയത്തിലെ പുതിയൊരു യുഗത്തിന്റെ തുടക്കമാണ് കുറിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബന്ധത്തിന്റെ ഭാവി എന്താകുമെന്നും മിഡിൽ ഈസ്റ്റിൽ അതിന്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ നിന്ന് കൂടുതൽ വ്യക്തമാകും.